Hello aspirants, welcome to Civilians. GATE 2026 ആപ്ലിക്കേഷൻ പോർട്ടൽ ലൈവ് ആണ്. സോ എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് എന്നാണ് ഈ വീഡിയോ കൂടി നമ്മൾ കാണിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഗേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഹോം പേജിലേക്ക് പോവുക. ഹോം പേജിന്റെ ഏറ്റവും ഡൗൺ പോർഷനിൽ നോക്കിയാൽ ആപ്ലിക്കേഷൻ പോർട്ടൽ എന്നുള്ളൊരു ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ എൻറോൾമെന്റ് ഐഡിയും പാസ്വേഡും ഒക്കെ ചോദിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ലോഗിങ്ങിന് വേണ്ടി. അതിന്റെ താഴെയായിട്ട് രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയുള്ളൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ആ പേജിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നെയിം, അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർ നെയിം എല്ലാം ചോദിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് നമ്മുടെ ഫോട്ടോ ഐ ഡിയിൽ ഉള്ളതുപോലെ സെയിം അത് തന്നെ കൊടുക്കുക. വൺസ് അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ ടാബിൽ നമുക്ക് നമ്മുടെ ഫുൾ നെയിം കാണാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ സ്കോർ കാർഡിലും അഡ്മിറ്റ് കാർഡിലും എല്ലാം വരുന്നത്. അപ്പോൾ ആ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ഐ ഡി കൊടുക്കുക. സെയിം ഇമെയിൽ ഐ ഡി തന്നെ താഴെ കൺഫർമേഷൻ പർപ്പസിന് വേണ്ടി കൊടുക്കുക. കൊടുത്തതിന് ശേഷം കൺട്രി ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൺട്രി ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്നുള്ള സെലക്ട് ചെയ്യുക, അതർ ആണെങ്കിൽ അതർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പറും സെയിം എൻ്റർ ചെയ്തിട്ട് താഴെ സെയിം മൊബൈൽ നമ്പർ തന്നെ കൊടുത്ത് കൺഫേം ചെയ്യുക. അതിന്റെ താഴെയായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഒരു ടാബ് ഓപ്പൺ ആകും. അവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. സെയിം പാസ്വേഡ് തന്നെ താഴെ കൺഫേം ചെയ്യാനായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ട് അതിന്റെ ആൻസർ താഴെ കാണുന്ന ടാബിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നുള്ളൊരു ടാബ് ഓപ്പൺ ആക്കി കിട്ടും. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എൻറോൾമെന്റ് ഐ ഡിയും പാസ്വേഡും കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എൻറോൾമെന്റ് ഐ ഡി നമുക്ക് ഓൾറെഡി കൊടുത്ത കമ്മ്യൂണിക്കേഷൻ കൊടുത്ത പർപ്പസിൽ മെയിൽ ഐ ഡിയിലോ ഫോൺ നമ്പറിലോ നമുക്ക് വരും, അത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ താഴേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഫില്ലിംഗ് ഗേറ്റ് 2026 ആപ്ലിക്കേഷൻ ഫോം എന്ന് തന്നിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ പേജ് വരും. അതിൽ ഫസ്റ്റ് കിടക്കുന്ന എക്സാം എന്നാണ്. അപ്പം എക്സാം ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടാണ് ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര പേപ്പർ അപ്പിയർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. 1 ആണോ 2 ആണോ എന്നുള്ളത് അത് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. 1 കൊടുത്താൽ നമുക്ക് താഴെ തന്നെ അത് ഏത് പേപ്പറാണെന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോഡ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്, സി എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി 2 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് 3 എക്സാം സെൻറ്റർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് സിറ്റി 1, സിറ്റി 2, സിറ്റി 3 എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വീണ്ടും ഒരു ടാബ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ആ പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഓൾറെഡി നെയിം നമ്മൾ പ്രൊവൈഡ് ചെയ്തത് കാണും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ അഡ്രസ്സിൻ്റെ നേരെയുള്ള വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറിൻ്റെ നേരെയുള്ള വെരിഫിക്കേഷൻ എൻ്റർ ചെയ്ത് കഴിയുമ്പം OTP ഫോണിൽ വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിൻ്റെ താഴെ പിന്നെ ചോദിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റും മന്തും ഇയറും സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ സെലക്ട് ചെയ്യേണ്ടത് ജെൻഡർ ആണ്. ഏത് ജെൻഡർ ആണെന്ന് നോക്കി സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി ഇന്ത്യ, നമ്മൾ ഓൾറെഡി ഇന്ത്യ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സെലക്ട് ആയി തന്നെ കിടക്കും. പിന്നെ നമ്മൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുക. ഡിസബിലിറ്റി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, എസ് ഓ നോ എന്നുള്ള ഓപ്ഷൻ അത് നമുക്ക് കറക്റ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസ് ഏത് കൺട്രിയിലാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. വാലിഡ് ഫോട്ടോ ഐ ഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം വാലിഡ് ഐ ഡി കാർഡ് നമ്പർ താഴെ കാണുന്ന ടാബ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാരന്റിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ നെയിം ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കാം. അതെന്താണ് റിലേഷൻഷിപ്പ് എന്ന് താഴെ ചോദിക്കുന്നുണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പാരന്റിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. താഴെ അവരുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇനി നമ്മൾ 3ാമത്തെ പോർഷനിലേക്ക് പോവാണ്, അഡ്രസ്സ്. സോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പിൻകോഡ് ഏതാണോ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺട്രി സ്റ്റേറ്റും ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി നമുക്ക് അഡ്രസ്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അഡ്രസ്സ് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫുൾ അഡ്രസ്സ് എന്താണോ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
കറക്റ്റായിട്ട് അഡ്രസ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ഏത് സിറ്റിയോ ടൗൺ ഏതാണോ അതും എൻ്റർ ചെയ്തിട്ട് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നാലാമത്തെ ഓപ്ഷൻ ഡിഗ്രി എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത്, ഏറ്റവും മെയിൻ ഹെഡിങ്ങിൽ. അപ്പോൾ ഡിഗ്രി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ചോദിക്കുന്നത് കോളേജിൻ്റെ പിൻ കോഡ് ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്തതിന് ശേഷം താഴെ നമുക്ക് കോളേജ് ഏത് കൺട്രി സ്റ്റേറ്റ് എന്നൊക്കെ ഓൾറെഡി ഓട്ടോ സെലക്റ്റായി കിടക്കും, അതങ്ങനെ തന്നെ കിടക്കും. ഇനി കോളേജിൻ്റെ സിറ്റി ഓർ ടൗൺ എന്താണോ അതും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്തതിന് ശേഷം ചോദിക്കുന്നത് റോൾ നമ്പറാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജ് ഐ ഡിയിൽ നിന്ന് നമുക്ക് കിട്ടും, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്തതിന് ശേഷം ചോദിക്കുന്നത് ക്വാളിഫയിങ് ഡിഗ്രി ഏതാണെന്നാണ്. ബിടെക് ആണെങ്കിൽ ബിടെക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഡിസിപ്ലിനിലാണെന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നുണ്ട് ഹാവ് യു ഗ്രാജുവേറ്റഡ് ഇൻ ദ എബൌട്ട് ഡിഗ്രി. അപ്പം എസ് ആണെങ്കിൽ എസ്, അപ്പം അത് കറക്റ്റായിട്ട് കൊടുക്കുക. എസ് എന്ന് കൊടുത്തിട്ട് അവർ ചോദിക്കും ക്വാളിഫയിങ് ഡിഗ്രിയുടെ ഇയർ ഏതാണെന്നുള്ളത്. അപ്പം അതും നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ പാസ് ഔട്ട് ആയിട്ടുള്ള ഇയർ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ചോദിക്കുന്നത് ഡിഗ്രി അവാർഡിങ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് ഈ ഡിഗ്രി കിട്ടിയെന്നുള്ളതും കറക്റ്റായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, അത് കറക്റ്റായിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. താഴെയായിട്ട് കോളേജ് നെയിം, എവിടെ നിന്നാണ് നമുക്ക് ഡിഗ്രി കിട്ടിയ കോളേജ് നെയിം ചോദിക്കുന്നുണ്ട്, അതും എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ടോപ്പിലുള്ളതിൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്നുണ്ട്. സോ നമുക്ക് എന്താണ് ക്രൈറ്റീരിയ എന്നൊക്കെയുള്ള നമുക്ക് ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മൾ ആ സൈസിന് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫ് ഏതാണോ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് പ്രകാരം അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാം. അതിനുശേഷം അപ്ലോഡ് ക്രോപ്പ്ഡ് ഇമേജ് കൊടുക്കുക. അപ്പം കറക്റ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോട്ടോഗ്രാഫ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അപ്ലോഡ് സിഗ്നേച്ചറാണ്. അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ളൊരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നേച്ചർ നമ്മൾ റെഡിയാക്കി റിക്വയർമെൻറ്റ്സ് പ്രകാരം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ മതി, കാണാൻ പറ്റും സ്ക്രീനിൽ. ഇനി നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ഐ ഡി സെലക്ട് ചെയ്യണം. അവിടെ അപ്ലോഡ് എന്ന് കൊടുക്കുക. PDF ഫോർമാറ്റിൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് പ്രകാരം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയലൊന്ന് സെലക്ട് ചെയ്യുക. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതേപോലെ നമ്മുടെ ID എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് റെഡിയാക്കി വെച്ച് ഡൗൺലോഡാക്കി ഇട്ടിട്ട് വേണം നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ കണ്ട പോലെ ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചോദിച്ചിരിക്കുന്ന ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ഗേറ്റ് 2026, എങ്ങനെയാണ് നമ്മൾ ഗേറ്റ് 2026 കുറിച്ച് അറിഞ്ഞതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അപ്ലൈയിങ് ഫോർ ഗേറ്റ് 2026 എക്സാം, നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് കറക്റ്റ് തന്നിരിക്കുന്ന പർപ്പസുകൾ ഏതാണോ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. വ്യൂ ആപ്ലിക്കേഷൻ ഉണ്ട്. വ്യൂ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കൊടുത്തതെല്ലാം ഡീറ്റെയിൽസ് ഒന്നും കൂടി കാണാൻ പറ്റും. കൺഫർമേഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് വ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡിക്ലറേഷൻ എന്നുള്ളൊരു സ്റ്റെപ്പാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ബോക്സ് തന്നിട്ടുള്ളത് ടിക്ക് ചെയ്യുക. നമുക്ക് ഈ സിഗ്നേച്ചറിന് വേണ്ടി ഒരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഫുൾ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വെരിഫൈ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡൗൺലോഡും ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ യെസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള നമുക്ക് പേജ് ഓപ്പൺ ആകും. അതിൽ എത്രയാണ് എമൗണ്ട് എന്നും കാൻഡിഡേറ്റ് നെയിമും നമ്മുടെ എൻറോൾമെൻറ്റ് ID എല്ലാം വരും. അവിടെയും ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതൊന്ന് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ തന്നിരിക്കുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. പേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയുള്ള പേജ് ഓപ്പൺ ആയി കിട്ടും. നമുക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് അതൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബില്ലിംഗ് നെയിം, ആരുടെ പേരിലാണ് നമുക്ക് ബില്ലിംഗ് നെയിം വരേണ്ടത് അത് കറക്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ബില്ലിംഗ് അഡ്രസ്സായിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. നമ്മുടെ പിൻ കോഡ് ഏതാണോ കൊടുക്കുക. സിറ്റി കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ, പേഴ്സണൽ ഡീറ്റെയിൽസും മെയിൽ ID എല്ലാം കൊടുക്കുക.
ഏതാണോ മെത്തേഡ് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റിന് ശേഷം കംപ്ലീറ്റ് ആകുമ്പോൾ പേയ്മെൻറ്റ് റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഈ ഒരു ടാബ് ഓപ്പൺ ആക്കി കിട്ടും. റെസിപ്റ്റ് നമുക്ക് ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രിൻറ്റ് റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. അതായത് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്നുള്ളൊരു പേജ് ഓപ്പൺ ആക്കി കിട്ടും. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി വെച്ചിരിക്കാം. സോ ആപ്ലിക്കേഷൻ ഈസ് സക്സസ്ഫുൾ. അപ്പോൾ ഇത്രയാണ് ഗേറ്റ് 2026 ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഇതിനകത്തിപ്പം ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റേജസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വായിച്ചിരിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.